ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളുടെ ഒരു 1 വീക്ക് ടെസ്റ്റിംഗ് റിവ്യൂ ആണിത്. അപ്പോൾ ഞാനിപ്പോൾ ഇത് ഉപയോഗിക്കാൻ തുടങ്ങിയിട്ടിപ്പോൾ ഏകദേശം 1 വീക്ക് ആയിട്ടുണ്ട്. കഴിഞ്ഞ ഫ്രൈഡേ ആയിരുന്നു ഞാൻ ഇത് പർച്ചേസ് ചെയ്തത്. ഓക്കെ, സോ 256 GB വേരിയൻ്റ് ആണ്, ബേസ് വേരിയൻ്റ് തന്നെയാണ്. അപ്പോൾ ഇതിലിപ്പോൾ ഞാൻ യൂസ് ചെയ്തിട്ട് ഇപ്പോൾ 1 വീക്കിൽ എനിക്ക് തോന്നിയ കുറച്ച് ചേഞ്ചസ്, അല്ലെങ്കിൽ ഞാനിപ്പോൾ അപ്ഗ്രേഡ് ചെയ്തത് iPhone X എന്നായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് എനിക്ക് കിട്ടിയ കുറച്ച് നല്ല ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ, ആൾവേസ് ഓൺ ഡിസ്പ്ലേ. ഇനി ഞാൻ ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. അപ്പോൾ ഇതിനകത്ത് ഞാനിപ്പോൾ ബ്ലാക്ക് സ്ക്രീനാണ് ഇട്ടിട്ടുള്ളത്. വാൾപേപ്പർ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് സെറ്റിങ്സിനകത്ത് അത് എനേബിൾ ചെയ്യാനും ഡിസേബിൾ ചെയ്യാനൊക്കെ കഴിയും. ഓക്കെ, ഞാനിപ്പോൾ ഇത് എന്തിനാണിത് ഇങ്ങനെ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ടൈം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൾവേസ് ഓൺ ഡിസ്പ്ലേയിൽ ഇപ്പോൾ നമ്മളിതൊക്കെ ഓൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ആക്സ് ചെയ്യാൻ കഴിയും. അപ്പോൾ ചാർജ് വല്ലാണ്ട് ഡ്രെയിനായി പോകുന്നുണ്ടോ എന്ന് ഡൗട്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു ഫീച്ചർ ഞാൻ ഡിസേബിൾ ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ബ്ലാക്ക് ആവുന്ന കേസിൽ എനിക്ക് അത്ര ഒരു ഇത് തോന്നിയിട്ടില്ല. പക്ഷേ നമുക്ക് യൂസ് ചെയ്യാൻ അത് ഏറ്റവും സിമ്പിളുമാണ്. കാരണം നമുക്കതിൽ നോട്ടിഫിക്കേഷൻസ് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കാണിക്കുകയും ചെയ്യും, കൂടെ ടൈമും കാണിക്കുന്നുണ്ട്. സോ ബാക്ക്ഗ്രൗണ്ടിൽ ഇത് കാണിക്കണം, മീൻസ് വാൾപേപ്പർ കാണിക്കണം എന്നുള്ളൊരു ഇതെനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് ഞാനത് ഡിസേബിൾ ചെയ്തിട്ടായിരുന്നു. ഓക്കെ, സോ സെക്കൻഡ് തിങ്, ഇനി ഇതിൻ്റെ ക്യാമറയിൽ പറയണമെന്നുണ്ടെങ്കിൽ ഓക്കെ, ഫ്രണ്ട് ക്യാമറ തന്നെ നമുക്ക് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന പോലെ ഓക്കെയാണ്, പോർട്രേറ്റ് ആണ്. ഇപ്പോൾ ഫോട്ടോ എടുക്കുന്ന ടൈമിൽ ഈ ഒരു ഫീച്ചർ അത് ഭയങ്കര സെറ്റായിട്ടുണ്ട്. കാരണം നമ്മളൊരു വൈഡ് ക്രൗഡിൻ്റെ ഇടയിലോ അല്ലെങ്കിൽ കുറച്ചും കൂടി നമുക്കൊരു 3-4 പേരുള്ള ഒരു ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ എടുക്കണം എന്നുണ്ടെങ്കിൽ ഇത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് നൈറ്റ് മോഡും വരുന്നുണ്ട്, ഫ്ലാഷ് വരുന്നുണ്ട്, പിന്നെ നമുക്ക് ഓട്ടോ ഫോക്കസും വരുന്നുണ്ട്. അതായത് നമ്മുടെ ഫേസ് നോർമൽ ക്യാമറയിൽ എങ്ങനെയാണ് റെക്കോർഡ് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ഇതിനകത്ത് കാണാനും പറ്റും. സോ ഇതിൽ ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഇത് വീഡിയോയിലും വരുന്നുണ്ട്. സോ ദാറ്റ് ഈസ് മോർ യൂസ്ഫുൾ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഞാനൊരു ഇഷ്യൂ ആയിട്ടുള്ളത് പറയാം. അതായത് ഈ ഒരു iOS 26ൻ്റെ ഒരു ഇഷ്യൂ ആയിട്ട് തന്നെ ഞാൻ പറയാം. അതായത് നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇതെടുക്കുന്ന ടൈമിൽ ഇപ്പോൾ എനിക്കിത് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ തട്ടി പിന്നെയും കണ്ടോ അതിൻ്റെ അടിയിലുള്ളത് തന്നെ വരും. ഓക്കെ, സോ ഇതിൻ്റെ ഇത് കിട്ടുന്നില്ല. അതായത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഇങ്ങനെ ക്യാൻസൽ ചെയ്യേണ്ട ഒരു സംഭവം കുറച്ചും കൂടി ബോട്ടം സൈഡിൽ നിന്ന് വേണം നമ്മൾ ക്ലിക്ക് ചെയ്തിട്ട് ഒഴിവാക്കാൻ. അല്ലാത്ത കേസിൽ നമുക്കിങ്ങനെ വരും. ഓക്കെ, അപ്പോൾ അത് ഞാനിപ്പോൾ ചെയ്യലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ ക്ലിക്ക് ചെയ്യും, അപ്പോൾ അത് പോയിക്കോളും. അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്യാറ്. സോ അത് യൂസ്ഡ് ആയി കഴിഞ്ഞാൽ സീനൊന്നുമില്ല. അല്ലാത്തൊരു കേസ് വരുന്ന ടൈമിലാണ് നമ്മൾ നൈസിൽ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാലാണ് അത് പോവാത്തൊരു ഇഷ്യൂ പോലെ എനിക്ക് തോന്നിയത്. ഓക്കെ, സോ ഇനി നമുക്ക് ഈ ഫോണിൻ്റെ വേറൊരു ഫീച്ചറും കൂടി നമുക്ക് നോക്കാം. ഓക്കെ, ജസ്റ്റ് വെയിറ്റ്. ഇതിപ്പോൾ ഞാൻ ഇന്നലെ പോയ ഒരു ഇവൻറ്റിൻ്റെ വീഡിയോ ആണ്. അപ്പോൾ ഇതിൽ ഒരു ഫീച്ചറുണ്ട്. ഓക്കെ, ഇതിനകത്ത് കണ്ടോ ഓഡിയോ മിക്സ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഇതുണ്ട്. അതായത് നമ്മളുടെ ഇതിനകത്തുള്ള ഈ ഓഡിയോൻ്റെ പ്രസൻസ് ഇൻ ഫ്രെയിം, സ്റ്റാൻഡേർഡ്, അതേപോലെ സ്റ്റുഡിയോ, സിനിമാറ്റിക്, ഈ ഒരു മോഡ്സ് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലത്തെ ഓഡിയോ നമുക്ക് സ്പെഷ്യൽ ക്ലാരിറ്റിയിൽ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് സിനിമാറ്റിക്കിലൊന്ന് കേൾക്കുന്ന ടൈമിൽ ഓക്കെ, ഇനി ഇതിൻ്റെ സ്റ്റുഡിയോയിൽ കേൾക്കുമ്പോൾ ഓക്കെ, ഇനി ഇതിൻ്റെ ഇൻ ഫ്രെയിം കേൾക്കുമ്പോൾ ഓക്കെ, ഇനി സ്റ്റാൻഡേർഡ്. ഓക്കെ, ഇപ്പോൾ ഇത് ഒരു ക്രൗഡഡ് ആയിട്ടുള്ളൊരു വീഡിയോ ആയതുകൊണ്ടാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഡിഫറൻസ് അറിയാത്തത്. ഇതിന് പകരം നിങ്ങളൊരു സ്റ്റുഡിയോ സെറ്റപ്പിൽ ഇരുന്നിട്ടാണ് ഇത് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അതിൻ്റെയാണ് കേൾക്കുന്നത്. നമുക്ക് ബാക്ക്ഗ്രൗണ്ട് നോയ്സസ് ഒക്കെ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ചെറിയ മൈന്യൂട്ടായിട്ടുള്ള വോയിസ്, ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്യാൻസൽ ചെയ്യാൻ പറ്റും. സോ അത് കുറച്ചും കൂടി എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. അതായത് അത് പ്രോയിലൊക്കെ ഉണ്ടായിരുന്നു പണ്ട്, ഇപ്പോൾ 17ലും വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ടുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ സ്ക്രീനിൻ്റെ ബ്രൈറ്റ്നസ് ആണ്. സോ ഇതിൻ്റെ സ്ക്രീൻ ബ്രൈറ്റ്നസ് അടിപൊളിയാണ്. ഇതിൽ ഔട്ട്ഡോർ കണ്ടീഷൻസിലൊക്കെ നമുക്ക് നല്ല സ്ക്രീനിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് കൂടുതൽ അറിയാൻ പറ്റും, എക്സ്പെഷ്യലി ക്യാമറയിലുള്ളത്. കാരണം നമുക്ക് ചില ടൈമിൽ നമ്മൾ ക്യാമറ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ക്യാമറയിലുള്ള കാര്യങ്ങളൊന്നും നമുക്കങ്ങനെ കാണാൻ പറ്റിയെന്ന് വരില്ല. ഓക്കെ, ഔട്ട്ഡോർ കണ്ടീഷൻസിൽ, അതായത് നല്ല വെയിലത്തൊക്കെ നമ്മൾ പോയി നിന്ന് എടുക്കുന്ന ടൈമിൽ. പക്ഷേ ഇപ്പോൾ അതിൽ 3000 നിറ്റ്സിൻ്റെ ബ്രൈറ്റ്നസ് ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളൊക്കെ കാണാൻ കഴിയും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ മുകളിൽ കൂടെ ഒരു കോട്ടിങ് വരുന്നുണ്ട്. അത് കാരണം ഗ്ലെയേഴ്സ് കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ അതും നമുക്ക് പഴയൊരു വേരിയൻ്റ് വെച്ച് നോക്കുന്ന ടൈമിൽ നമുക്കത് പ്രത്യേകം നമുക്ക് മനസ്സിലാകാൻ പറ്റും.
ഓക്കെ, ഞാനിപ്പോൾ 1 വീക്കായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ എൻ്റെ ബാറ്ററിയുടെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഏകദേശം 95% വരെയൊക്കെയാണ് ഞാൻ ചാർജ് ചെയ്യുന്നത്. 80%, 90% അങ്ങനത്തെ ഇതിലാണ് ഞാനിപ്പോൾ ചാർജ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം നമുക്കിതിൽ ടൈമും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. എപ്പോഴാണ് ഞാൻ ഫുൾ ചാർജ് ആക്കി, അല്ലെങ്കിൽ എപ്പോഴാണ് എത്ര ശതമാനമാണ് ഞാൻ ചാർജ് ചെയ്തത്, ആ ഡീറ്റെയിൽസ് ഉണ്ട്. പിന്നെ ഏകദേശം ആവറേജ് എത്രയിലാവുമ്പോഴാണ് ഞാൻ ചാർജ് ചെയ്യാൻ ഇടുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഞാൻ സൈക്കിൾ യൂസ് ചെയ്തിട്ടുള്ളത് 8 ആയിട്ടേ ഉള്ളൂ. ഓക്കെ, കണ്ടിന്യൂസ് ആയിട്ട് ഞാനിങ്ങനെ ചാർജ് ചെയ്യലില്ല. 1 ഡേ ഒരു 2 ടൈംസ് ചാർജ് ചെയ്യും. ഞാനൊരു രാവിലെ 9:30, 9 o'clock ചാർജ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 80%, 85% കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈവനിങ് നൈറ്റിലാണ് പിന്നെ ഞാൻ രണ്ടാമത്തെ റൗണ്ട് ചാർജ് ചെയ്യാൻ വയ്ക്കുക. അത് ഏകദേശം ഒരു ഇതേപോലെ തന്നെ 80% ഒക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ സ്റ്റോപ്പ് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കണ്ടിന്യൂസ് ആയി ചാർജ് ചെയ്തുകൊണ്ടിരിക്കും. അല്ലാതെ അതിൻ്റെ ഇടയിൽ പ്ലഗ് ഇൻ എടുത്തിട്ട് വീണ്ടും യൂസ് ചെയ്ത് പിന്നെയും കണക്ട് ചെയ്ത് അത് ചെയ്യാറില്ല. കണ്ടിന്യൂസ് ആയിട്ട് ചാർജ് ചെയ്യും, അത് കഴിഞ്ഞിട്ട് പിന്നെ യൂസ് ചെയ്യും. ഓക്കെ, അപ്പോൾ എൻ്റെ സൈക്കിൾ ഏകദേശം എത്തിയിട്ടുള്ളത് 8 ആണ്. ഓക്കെ, 100% ബാറ്ററി ഹെൽത്തും ഉണ്ട്. ഞാനിത് ഏകദേശം 95 ആണ് ഇപ്പോൾ ഞാൻ ഇട്ടിട്ടുള്ളത്. കാരണം ഞാൻ ഒരു 3 ഡേയ്സ് ഞാൻ യൂസ് ചെയ്ത് നോക്കി, ഒരു 80% ലിമിറ്റ് വെച്ചിട്ട്. അപ്പോൾ എനിക്ക് തോന്നി എനിക്ക് ഫുൾ ഡേ, അതായത് ഞാൻ രാവിലെ ഓഫീസിലേക്ക് വന്നിട്ട് രാത്രി ഒരു 7 മണി, 8 മണി, 9 മണി ആവുന്ന ടൈമിൽ എനിക്ക് ഒരു 30% അല്ലെങ്കിൽ 20% വരെയൊക്കെ എനിക്ക് കിട്ടുന്നുള്ളൂ. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു 95%ക്ക് ചാർജ് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോൾ കുറച്ചും കൂടി കിട്ടില്ല. അപ്പോൾ അതിനനുസരിച്ചിട്ട് എനിക്ക് റിസൾട്ടും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു 40% വിലക്കെ എനിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന ടൈമിൽ, അതായത് ഒരു 6 o'clock, 7:30 ആ ഒരു ടൈമിലേക്ക് എനിക്ക് കിട്ടുന്നുണ്ട്. സോ കുറച്ചും കൂടി അത് എഫിഷ്യൻ്റായിട്ട് തോന്നി. അപ്പോൾ ആ ഒരു രീതിയിലാക്കി ഞാൻ എൻ്റെ ചാർജിങ്ങിൻ്റെ സൈക്കിളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ യൂസിനനുസരിച്ചിട്ട് മാറ്റങ്ങൾ വരുത്തുക. സ്ക്രീനിൻ്റെ കാര്യം, ഇത് 120 Hz റീഫ്രഷ് റേറ്റ് ഉണ്ട്. അപ്പം ഞാനിത് യൂസ് ചെയ്തിട്ടുള്ള ആദ്യം യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് iPhone X ആയിരുന്നു. അപ്പോൾ iPhone X നിന്ന് ഇതിലേക്ക് മാറിയപ്പോൾ എനിക്ക് ഈ ഒരു ഫീൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓക്കെ, നല്ല സ്മൂത്ത് ഉണ്ട്, എല്ലാ കാര്യങ്ങളും നല്ല ഫ്ലൂയിഡായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. ഓക്കെ, നമ്മളിപ്പോൾ ബ്രൗസ് ചെയ്യുന്ന ടൈമാണെങ്കിലും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുമ്പോഴും ആപ്ലിക്കേഷൻസ് സ്വിച്ച് ചെയ്യുന്ന ടൈമാണെങ്കിലും ഒക്കെ നമുക്ക് നല്ലൊരു ഫീൽ കിട്ടുന്നുണ്ട്. സോ iOS 26-ൻ്റെയും അതേപോലെ തന്നെ iPhone 17-ൻ്റെ ഒക്കെ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിനകത്ത് കാണാൻ പറ്റും. അപ്പോൾ അതൊക്കെ നോക്കിയിട്ട് നിങ്ങൾ അതിനനുസരിച്ചുള്ള അപ്ഗ്രേഡ്സ് ചെയ്യാം. പിന്നെ ഞാനിത് iPhone X നിന്ന് അപ്ഗ്രേഡ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. കാരണം എനിക്കിതിന്ന് നല്ലൊരു മാറ്റമായിട്ടാണ് എനിക്ക് തോന്നിയത്. സോ അത് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.